ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മക്കളുടെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കും എൻ്റെ റുട്ടീൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുക. കാരണം വെക്കേഷൻ ആകുമ്പോൾ നമുക്കും കുറച്ച് മടിയൊക്കെയാണ്, എല്ലാം കൃത്യമായിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഈ ഒരാഴ്ച എനിക്കൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ദിവസങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി എഴുന്നേക്കുന്ന ടൈമിംഗ് ഒക്കെ കറക്റ്റാക്കി നമ്മുടെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സമയം രാവിലെ 5:30 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു. പക്ഷേ കിച്ചണിലോട്ട് വന്നപ്പോൾ 6 മണിയായി. കാരണം എന്തോ ഒരു മഴയൊക്കെ പെയ്ത കാരണം എഴുന്നേറ്റങ്ങൾ ജോലികൾ ചെയ്യാൻ വരാനൊരു ഉഷാറ് കുറവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ എഴുന്നേറ്റ് പോന്നു. കാരണം നോക്കിയിരുന്ന് കഴിഞ്ഞാൽ മോൾക്ക് ടിഫിനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് വേഗം ചെയ്യാണ്ടും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് മക്കൾക്ക് സ്കൂളിലേക്ക് പോകണം, അവരുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, അതുകൊണ്ട് എഴുന്നേക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അതാണ് എനിക്ക് രാവിലെ എഴുന്നേക്കുള്ള മോട്ടിവേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിൽ തോന്നുള്ളൂ രാവിലെ നേരത്തെ എഴുന്നേക്കണമെന്ന്. അപ്പോൾ അലാറം ഇല്ലാണ്ട് തന്നെ നമ്മൾ തനിയെ എണീക്കും. അങ്ങനെ ഒരു കാരണമൊന്നും ഇല്ലാണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊരു മടി ഫീൽ ചെയ്യണത്. അപ്പോൾ ആ ഒരു റീസൺ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധി വരെ നമുക്ക് രാവിലെ വേഗം എഴുന്നേൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഞാനും അത് 2-3 അലാറൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് എഴുന്നേറ്റിരുന്നത്. ഇപ്പോൾ ഗ്രാജുവലി തനിയെ ആ സമയമാകുമ്പോൾ എഴുന്നേൽക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുറേ ടിപ്സ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും അതിൻ്റെ കൂടെ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കണത്. ആ സാമ്പാർ തന്നെ ഉച്ചയ്ക്കും എടുക്കാനാണ് പ്ലാൻ. കാരണം വെച്ചാൽ വൈകുന്നേരം എനിക്ക് വേറെ കറി ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് 2 നേരം സാമ്പാർ തന്നെയാണ്. പിന്നെ ഉപ്പേരിയായിട്ട് ചക്കക്കുരു ഉപ്പേരിയാണ് ഉച്ചയ്ക്ക് എടുക്കണം. അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തലേദിവസം ചില സമയത്ത് ചില ഉപ്പേരികൾക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട്, രാവിലെ വേഗം ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആണെങ്കിൽ. അപ്പോൾ ചക്കക്കുരു ആണെങ്കിൽ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ചായ വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാൻ ഇരിക്കുന്ന നേരം കൊണ്ട് ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ സാധാരണ സാറ്റർഡേ സൺഡേ മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ഡേ ആണ്. പക്ഷേ മക്കൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അന്ന് ക്ലാസ് വരുമ്പോൾ നമ്മുടെ അന്നും വർക്കിംഗ് ഡേ തന്നെയായി. ഇന്ന് സാറ്റർഡേ ഇസയ്ക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും രാവിലെ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്ത് തീർക്കണം. ഇനി ആകെ സൺഡേ മാത്രമാണ് ഇതുപോലെ ലഞ്ചും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റാക്കാത്ത ഒരു ദിവസമുള്ളൂ. ബാക്കി എല്ലാ ദിവസവും വേഗം തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ കഷ്ണങ്ങൾ അരിയണതിൻ്റെ ഒപ്പം തന്നെ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ ചെയ്യാണ്. എനിക്ക് സാധാരണ ചായ നല്ല ചൂടോടുകൂടി മിണ്ടാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുന്നതാണ് ഇഷ്ടം. പണിയുടെ ഇടയിൽ കൂടെ ചായ കുടിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്നാലും ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലാക്കിയിട്ടുണ്ട്. നമ്മൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. അതിൽ 3 കപ്പ് അരിയാണ് അതിൽ കൊള്ളാറുള്ളത് കേട്ടോ. ഇനി ഞാൻ ചക്കക്കുരു കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളം കുറച്ചുണ്ടായിരുന്നു, അത് കളഞ്ഞ് അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കാച്ചിയെടുക്കണം. അതിനൊപ്പം തന്നെ സാമ്പാർ ഞാൻ കുക്കറിലാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാനുള്ള കഷ്ണമൊക്കെ കുക്കറിലാക്കി പരിപ്പും ഒക്കെ കഴുകിയെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാവരും കാണുന്ന പോലെ തന്നെ ഞാനും എനിക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് മറ്റ് പലരുടെയും ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫുകൾ, അതുപോലെ ഷോർട്ട് വീഡിയോസ്, ഇതൊക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. കാരണം എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഹിന്ദി ചാനൽസ്, ഇംഗ്ലീഷ് ചാനൽസിലൊക്കെയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ കൂടുതലും കണ്ടിരിക്കുന്നത്. അന്ന് മലയാളത്തിൽ ഇങ്ങനെ ആയി വരണേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പേരുടെ അങ്ങനെ കാണാൻ പറ്റും. പല വീടുകൾ, പല സമയങ്ങൾ, പല കാര്യങ്ങൾ, പല രീതികളെല്ലാം. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാണാനായിട്ട്. അപ്പോൾ അതിലിങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള പല വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അടുക്കളപ്പണി ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ പഴയ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുറേ ഇൻസ്പിറേഷൻ എടുക്കാനായിട്ടുണ്ട്. അവർ ചിലവരൊക്കെ പണികൾ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്പീഡോ അല്ലെങ്കിൽ ആ ഓരോ സ്കില്ല് നമ്മൾ കുറേ ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്പീഡ് കൂടുമ്പോൾ ഒക്കെ നമുക്കത് കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാനുള്ളൊരു കഴിവൊക്കെ വരും. അപ്പോൾ അതൊക്കെ മറ്റുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ. അതെങ്ങനെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുള്ളത്. മാത്രമല്ല ഈ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് പഴയ പാട്ടുകൾ നമുക്കിങ്ങനെ ഓർമ്മ വരാണ്. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഫോൺ ഇങ്ങനെ ഇല്ലാത്ത സമയത്ത് ടി വിയിലും റേഡിയോയിലും പാട്ടുകൾ കേട്ട് ഒരുപാട് പാട്ടൊക്കെ എനിക്ക് അറിയായിരുന്നു, പഴയ പാട്ടുകളൊക്കെ കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ കേൾക്കാത്തതുകൊണ്ട് ആ പാട്ടുകളൊക്കെ മറന്നു കിടക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോ കാണുമ്പോൾ ആ പാട്ടുകളും കൂടി നമുക്ക് ഓർമ്മ വരാണ്. പലരുടെയും പാട്ടിൻ്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്നും ഇൻസ്പിറേഷനായിട്ട് മോട്ടിവേഷനായിട്ട് എടുക്കാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ചിലവരുടെ വീഡിയോ എടുത്ത്
താഴെ ഞാൻ അങ്ങനെ കമൻറ്റ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വീടുകളോ ചിലപ്പോൾ അവരുടെ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് നിങ്ങൾ ഭയങ്കര ഭാഗ്യവതിയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കണ്ട, നമുക്ക് എന്താണുള്ളത് അത് വെച്ചിട്ട് നമ്മൾ അതിൽ കാണുന്ന കാര്യങ്ങൾ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അവരുടെ വീട്ടിലെ കാര്യം ഫെസിലിറ്റിയും എല്ലാം നമ്മളപ്പോൾ നോക്കേണ്ടത്. നമ്മളാ കാണുന്ന ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഒരിക്കലും നമുക്കൊരാളുടെ ലൈഫ് മുഴുവൻ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അവർ നേരിടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ അവരുടെ ഭംഗിയുള്ള വീട്, അവർ ചെയ്യുന്ന പണികൾ, ഇതൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മാത്രമല്ല, ഒരാളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് ആകെ അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും ടിപ്സ് ഫോളോ ചെയ്യാനുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് അടിച്ചു പോവുക, അത്രയേ ഉള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഫോൺ ഇത്രയധികം യൂസ് ചെയ്യണോണ്ട് നല്ലൊരു ഇൻഫ്ലുവൻസ് ഈ ഫോണിൽ കാണുന്ന വീഡിയോസ് നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എനിക്കടക്കം ഫീൽ ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു മൈൻഡ് സെറ്റോടുകൂടി എടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട് നിങ്ങൾക്ക് കാണാനും ആ വീഡിയോസ് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് മോൾക്ക് ലഞ്ചിന് നമ്മൾ പൊതിച്ചോറ് പോലെ ഇതിങ്ങനെ സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, ഉള്ളത് വെച്ചിട്ടൊരു പൊതിച്ചോറ് അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറും നമ്മുടെ ഉപ്പേരിയും പിന്നെ അച്ചാറും മുട്ട പൊരിച്ചതും പിന്നെ സാമ്പാർ വേറൊരു ബോട്ടിലാക്കിയിട്ടാണ് വെക്കണേ. അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസൊക്കെ വെക്കാം കേട്ടോ. ഞാൻ പല വീഡിയോയിൽ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് കാണാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ദിവസം ഒരു ചാറ് കറിയും ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതാണ് വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ അച്ചാറും ഉണ്ടായിരുന്നു, ഇപ്പോൾ മുട്ട പൊരിച്ചതും കൂടി, അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ പക്ഷെ ഇത് സ്കൂളിൽ ചെന്നിട്ട് തുറന്നിട്ട് കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക മണമാണ്. അത് കുറച്ച് നേരം ഇരുന്നിട്ട് തുറക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ റോസ് പറയുകയാണ് എനിക്കിന്ന് വീട്ടിൽ എനിക്കും പൊതിച്ചോറ് വേണം, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇരിക്കണം കേട്ടോ. ഈ പ്രാവശ്യം ക്ലാസ് തുറന്ന ദിവസം ഭയങ്കര മഴയുണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമൊക്കെ നല്ല മഴയാണ്. പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ പോകണതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഓർമ്മ ഫുൾ മഴയത്താണ് സ്കൂളിലേക്ക് പോവുക. നമ്മൾ നല്ല ഡ്രസ്സും ചെരുപ്പൊക്കെ ഇട്ട് പോയി ഫുൾ ചളി പിളിയായിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലേക്ക് എത്തുക. പിന്നെയുള്ള ഓരോ ദിവസം അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ബസ് കയറിയിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഒരു ടൈം. കാരണം മഴ പെയ്ത് നല്ല ഒരുങ്ങിയൊക്കെ പോയി പിന്നെ ഫുൾ മഴയത്ത് കുളിച്ചിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് എത്തുക. കുറച്ച് നേരം കഴിയും ആ ഡ്രസ്സൊക്കെ ഒന്ന് ഡ്രൈ ആയി ഒന്ന് ക്ലാസ്സിലേക്ക് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈസ ക്ലാസ്സിലോട്ട് പോയി. റോസും ആണെങ്കിൽ ഇവിടെ പിന്നെ ഇന്ന് അവൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവൾ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് നടക്കുകയാണ്. അവൾക്ക് ഇഷ്ടമല്ല, ചേച്ചി ഇല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ബോറടിയാണ്. അല്ലെങ്കിൽ തല്ലുകൂടി നടക്കാൻ ആളുണ്ടാവില്ല. പിന്നെ ആരും ഇല്ലാത്ത കാരണം ആൾ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യും, മഴയായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും ഒരു രസമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആളവിടെ നടക്കുന്നുണ്ട്. ഇനി എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും, വർത്താനം പറഞ്ഞ് അങ്ങനെ എൻ്റെ പണികളെല്ലാം തന്നെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തോട്ട് മുറ്റത്ത് നടക്കണമെന്നുണ്ടെങ്കിലും മഴയായതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല, അവിടെ അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഫോണും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഇന്ന് വീട് ഫുള്ള് അടിച്ച് വാരിയിടൽ മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വീട് തുടയ്ക്കൽ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം അങ്ങനത്തെ രീതിയിലാണ് ചെയ്യാട്ടോ. എല്ലാ ദിവസവും വീട് തുടയ്ക്കൽ കാര്യങ്ങൾ ചെയ്യാറില്ല, അടിച്ചിടലുള്ളൂ. മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ എപ്പോഴും തുടച്ചിടും, കാരണം അവർ മുട്ടുകുത്തി അഴയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വലുതായതുകൊണ്ടും പിന്നെ എനിക്ക് വീഡിയോയുടെ പണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒന്നും കുറേ നേരം ക്ലീനിങ് ചെയ്ത് നിന്നാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കുഞ്ഞു കാര്യങ്ങളിൽ സമയം കട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ചെയ്യണത്. അങ്ങനെ കുറേ തിരക്ക് വരുമ്പോഴാണ് പലപ്പോഴും വീഡിയോസ് കുറേ ലാഗ് വരണത്. അതാണ് പണ്ടത്തെക്കാട്ടും കുറേ ലാഗ് ചില സമയത്ത് വരണേ. അപ്പോൾ ഞാൻ എന്തായാലും വീട് ഫുള്ളായിട്ടും അടിച്ചൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല പഴയ പാട്ടുകളൊക്കെ വെക്കും. എനിക്കത് കേട്ടിട്ട് പണി ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എപ്പോഴും നല്ല ഫാസ്റ്റായിട്ടുള്ള നല്ല ഡപ്പാങ്കൂത്ത് ടൈപ്പ് പാട്ടൊക്കെ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കേൾക്കാനായിട്ട്. പക്ഷെ നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് എന്തോ നല്ല സോഫ്റ്റായിട്ടുള്ള മെലഡി മ്യൂസിക് അങ്ങനത്തെ പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മുടെ മൈൻഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ചോയ്സുകൾ മാറുന്നത് ഭയങ്കര ഇതല്ലേ. നിങ്ങളും പാട്ടൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ മഴയത്തൊക്കെ പാട്ടൊക്കെ വെച്ച് പണികൾ ചെയ്യാൻ നല്ല രസമാട്ടോ. മഴ പെയ്യുന്ന സമയത്ത് ശരിക്കും പണി ചെയ്യാൻ തോന്നില്ല, ഉറക്കക്ഷീണമാണ്. എന്നാലും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാൻ ഇതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ രാവിലത്തെ വീട്ടിലെ പണികൾ ഇന്ന് ഞാൻ ഇത്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില ദിവസം ഞാൻ കുറച്ചും കൂടി പണികൾ, അതായത് ഒരു ഉച്ചവരെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ചെയ്ത് തീർക്കാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് വീഡിയോയുടെ പണികളുള്ളതുകൊണ്ട് ഞാൻ ഫ്രഷായിട്ട് വന്ന് പിന്നെ വീഡിയോയുടെ കാര്യങ്ങൾ എഡിറ്റിങ്, കമൻറ്റ്സ് നോക്കൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു ടൈം സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ വീട്ടിൽ പെൻഡിങ് ആയിട്ട് വരുന്ന ജോലികളൊക്കെ നമുക്ക് വേറെ കുറേ ജോലികൾ വീട്ടിലുണ്ടല്ലോ ചെയ്യാൻ ബാക്കി അതൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ പരമാവധി അതുകൊണ്ട് രാവിലെ എപ്പോഴും ലഞ്ചിൻ്റെ കാര്യങ്ങളും അതൊക്കെ വേഗം ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്ക് കുറച്ചധികം ടൈം തന്നെ കിട്ടും നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനാണ് നമ്മൾ നേരത്തെ കുട്ടി പണികൾ ചെയ്ത് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഉച്ച വരെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീരീസ് ആയിരുന്നു നമ്മൾ കുറേ ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അത് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയുള്ള ടിപ്സും വീഡിയോസും ആണ് ഇനി കൂടുതൽ വരിക. അത് കഴിഞ്ഞ് ഏകദേശം 12:30 കഴിയുമ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം ന്യൂസ് കാണും. അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ന്യൂസ് കാണാതിരിക്കുന്നതാകെ ഉച്ചയ്ക്കുള്ള സമയമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സിനിമ ടി വിയിലുണ്ടെങ്കിൽ അതിരുന്ന് കാണും. ഒരു 1:30 വരെ സിനിമ കാണൽ പ്ലസ് ഭക്ഷണം കഴിക്കലാണ്. ആ സമയത്തൊക്കെയാണ് ആകെ ടി വി കാണാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇരുന്ന് കാണുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ ഫോണല്ല യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എനിക്ക് ചക്കക്കുരു ഉപ്പേരിയിൽ നല്ല ചൂടോടുകൂടി കട്ടൻ ചായ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങനെ ഉപ്പേരികൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കാം. അങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം സിനിമ ഇരുന്ന് കാണും. ഒരു 1:30 ചിലപ്പോൾ 2 മണി വരെ. നല്ല സിനിമയ്ക്കാണെങ്കിൽ ചിലപ്പോൾ 2 മണി വരെ അങ്ങനെ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് പിന്നെ കുറച്ച് നേരം പോയിട്ട് ഒന്നെങ്കിൽ റെസ്റ്റ് എടുക്കും. അല്ലെങ്കിൽ എനിക്ക് വീഡിയോയുടെ പണിയുണ്ടെങ്കിൽ അതിരുന്ന് ചെയ്യലായിരിക്കും ആ സമയത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫോണും നോക്കിയിരിക്കും, ചിലപ്പോൾ ഉറക്കം വരും. അപ്പോൾ വീഡിയോ ചെയ്യണ ദിവസമാണെങ്കിൽ പിന്നെ അത് അന്നത്തെ ദിവസം അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 3:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് വന്നു. ഇനി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യും. ചില സമയത്ത് ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ദോശമാവോ അങ്ങനെ ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർ കഴിക്കുക. നൂലപ്പമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. ചൂട് സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കിട്ടുന്ന ഐറ്റംസ് കഴിക്കാൻ നല്ല രസമായിട്ടാണ്. ഞാൻ ഉള്ളിവട ഒന്ന് ഉണ്ടാക്കണമെന്ന് പ്ലാൻ ഇട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒന്ന് ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പച്ചനും കട്ടൻ ചായയാണ് കുടിക്കുക. അപ്പച്ചനും അമ്മച്ചൊക്കെ നേരത്തെ തന്നെ ചായ കുടിക്കും കേട്ടോ. കറക്റ്റ് 4 മണിയാകുമ്പോഴേക്കും ചായ കുടിക്കും. ഞാനാണെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ മക്കളൊക്കെ വന്നിട്ടാണ് ചായ കുടിക്കുള്ളൂ. കാരണം എനിക്ക് അവരെ കൂടി ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അത് കഴിക്കലും ഒക്കെ ആയിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ടി വി കാണാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അവർ പോകും. കാലത്ത് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും ഉച്ചയ്ക്ക് കഴിക്കുന്നതിനെക്കാട്ടും 4 മണിക്ക് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ബാക്കി നേരത്തൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ നേരത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ സാധാരണ ഈ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ പണികൾ ചെയ്യുന്ന ടൈമാണ് കേട്ടോ. തുണികൾ മടക്കി വയ്ക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ല, ബാലൻസ് അതൊക്കെ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കറി വെക്കണം. വൈകുന്നേരത്തേക്ക് സാമ്പാറില്ല. ഉച്ചയ്ക്കും രാവിലേക്കല്ലേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരം മക്കൾ പറഞ്ഞു പൊറോട്ട മേടിക്കാം, അതിൻ്റെ കൂടെ കറി മുട്ടക്കറി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കണം. അപ്പോൾ ചിലപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയ മുടക്ക് ദിവസമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങും. അപ്പോൾ ഞാൻ എന്തെങ്കിലും കറി ഇങ്ങനത്തെ വയ്ക്കും. ചിലപ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുള്ള ദിവസമാണെങ്കിൽ അപ്പോൾ വാങ്ങും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ കേട്ടോ അവർക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നിയാൽ അങ്ങനെ. ബാക്കിയെല്ലാ ദിവസവും നമ്മൾ പരമാവധി ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാറുള്ളത്. പിന്നെ പുറത്ത് പലപ്പോഴും പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോൾ മാത്രമാണ് വാങ്ങൽ. അങ്ങനെ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രഷൊക്കെ ആയി നമ്മുടെ കുഞ്ഞൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളെ തന്നെ കെയർ ചെയ്യാൻ കുറച്ച് ടൈം കണ്ടെത്തണം. നമ്മളെ സ്നേഹിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മക്കളുടെ കൂടെ ഇരിക്കുന്ന ടൈമാണ് കേട്ടോ. അവർ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അവർ തന്നെയാണ് പഠിക്കുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ആ റൂമിൽ അവിടെ അങ്ങനെ ഇരിക്കും. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാനിരുന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യും. പണ്ട് മുതലേക്ക് അത് ശീലമായതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ വന്ന് അങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ കുറേ നേരം. അങ്ങനെ 8 മണിയായപ്പോൾ പ്രയർ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിൻ്റെ ടൈമാണ്. സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ഡിന്നർ കഴിക്കാൻ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. ഡിന്നർ കഴിക്കുന്നതിൻ്റെ ഒപ്പം എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കാണും. അപ്പോൾ മക്കൾക്ക് ക്ലാസ്സുള്ള ദിവസമൊക്കെ ആണെങ്കിൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അതൊരു അരമണിക്കൂർ മാത്രമേ സിനിമയും കാര്യമൊക്കെ കാണുള്ളൂ. ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുറച്ചും കൂടി നേരമൊക്കെ ഇരുന്ന് കാണും. ഒരു 10 മണി കഴിയണവരേക്ക് ഇരുന്ന് സിനിമ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാണും കേട്ടോ. കാരണം അടുത്ത ദിവസം ക്ലാസ് ഇല്ല, അപ്പോൾ എനിക്കും തിരക്കില്ല. പക്ഷേ ക്ലാസ്സുള്ള ദിവസം ഞാനും പിന്നെ കുറേ നേരം ഇവിടെ ഇരിക്കില്ല. കാരണം 9 മണി കഴിയുമ്പോൾ ഞാനും സ്റ്റോപ്പ് ചെയ്ത് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെല്ലാം കഴിയുമ്പോഴേക്കും 9:30 മണി കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോഴും മക്കൾക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ ബാലൻസ് ഉണ്ടാവും. അതൊക്കെ പഠിക്കാൻ അവരും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര നേരം കാണുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചധികം നേരം അതൊക്കെ കണ്ട് കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്ന് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്ത് എല്ലാം സെറ്റാക്കി കിച്ചൺ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടാണ്
പോകാറുള്ളത്. അത് എല്ലാ ദിവസവും അത് ഇനി സിനിമ കഴിഞ്ഞ് ലേറ്റ് ആയാലും പരമാവധി ഞാൻ ചെയ്ത് വെക്കാൻ നോക്കും. ഇനി ചില ദിവസം മടി പിടിച്ചാൽ ഞാൻ അവിടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകും. ചില ദിവസം അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചില സിനിമയൊക്കെ കാണാതിരിക്കുമ്പോൾ വല്ല ഡിറ്റക്റ്റീവ് സിനിമയൊക്കെ ആയിരിക്കും, അതങ്ങനെ കണ്ട ഒറ്റ സ്ട്രെസ്സിൽ കണ്ടു തീർക്കണ്ട. അപ്പോൾ അങ്ങനെ കണ്ടിരുന്ന് ചിലപ്പോൾ 11 മണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ പാത്രം കഴുകാനും മടിയാവും, എഴുന്നേറ്റ് പോകാനും തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ ദിവസം കഴുകില്ല. അല്ലാത്ത ദിവസമൊക്കെ പരമാവധി ഞാൻ നിർത്തി പോന്നിട്ട് ഇവിടെ നിന്ന് കേൾക്കും സിനിമയുടെ കഥയൊക്കെ അവിടെ എന്താ പറയണേന്ന്. എന്നിട്ട് പാത്രമൊക്കെ കഴുകി വയ്ക്കലും കാര്യം ചെയ്യും. കാരണം ഇത് ചെയ്യാണ്ട് ഇട്ടിട്ട് പോകുമ്പോഴേ രാവിലെ പിന്നെ പണി തുടങ്ങുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയണം. അല്ലെങ്കിൽ കിച്ചണിലേക്ക് വന്നാൽ നേരെ നമുക്ക് പണി തുടങ്ങാം. പക്ഷെ ഇത് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് നിന്ന് ഇത് മുഴുവൻ കഴുകി കഴിയുമ്പോഴേക്കും മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി എല്ലാം കഴുകി വെച്ചിട്ടാണ് പോകാറുള്ളത്. പിന്നെ നമ്മൾ പണികൾ ചെയ്യണതിനൊപ്പം തന്നെ നമ്മൾ ഏപ്രൺ പരമാവധി യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. പക്ഷേ ചിലരൊന്നും ഏപ്രൺ യൂസ് ചെയ്യാതെ പണികൾ ചെയ്യണം ഞാൻ കാണാറുണ്ട് കേട്ടോ. എനിക്കറിയില്ല അവരെങ്ങനെയാണ് ഡ്രസ്സ് അത്രയും വൃത്തിയായിട്ട് വെക്കണേന്ന്. എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ നശിക്കും ഇവിടെ നിന്ന് പണിയെടുക്കുമ്പോൾ. പിന്നെ സ്റ്റൗവും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ സാധാരണ പാത്രങ്ങളിൽ ലിക്വിഡ് വെച്ച് വെറുതെ ഇങ്ങനെ കഴുകാം. അല്ലാണ്ട് അത് ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ വരും, അപ്പോൾ അത് പോരാ. അപ്പോൾ അതിന് നമുക്ക് ഒന്നിങ്ങിയ സബീന എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ കിട്ടും. അത് നമ്മൾ കുറേ പേർക്കൊക്കെ അറിയുന്നതാവും കേട്ടോ. കുക്കർ ക്ലീൻ ചെയ്യാനും കലം ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. അത് ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റൗവിൻ്റെ സ്റ്റീൽ പോർഷനും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് അഴുക്ക് പോവും. പിന്നെയുള്ളത് പീതാംബരി എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ മേടിക്കാൻ കിട്ടും. അത് നമ്മുടെ വിളക്കൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റണ മോഡലും വരുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, അതുണ്ട്. പിന്നെ ഈ സ്റ്റീൽ പാത്രം ക്ലീൻ ചെയ്യാൻ പറ്റണ ഒരു മോഡലും വരുന്നുണ്ട്. പക്ഷേ അതെല്ലാ കടയിലും ഞാൻ കണ്ടിട്ടില്ല, ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കിച്ചണിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് റിലാക്സ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് നോക്കണം, അതാണല്ലോ നമ്മുടെയൊക്കെ റുട്ടീൻ. അപ്പോൾ അത് നോക്കി ടൈം ആകുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് കിടന്നുറങ്ങുക. കാരണം ഈ സമയത്ത് ഫോൺ എടുത്താലാണ് പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്, നമ്മൾ രാവിലെ എഴുന്നേക്കാൻ ലേറ്റ് ആവണതും. കാരണം അങ്ങനെ ഫോൺ നോക്കിയിരുന്നാൽ നേരം പോണതേ അറിയില്ല. അപ്പം അങ്ങനെ കുറച്ച് നേരത്തൊക്കെ നോക്കി അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നല്ല കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.